ആദ്യ റൂമിലേക്ക് വന്നു കാണുന്നു മുഖവും വീർപ്പിച്ച് വെച്ചിരിക്കുന്ന നന്ദയെയാണ്. അവനൊരു ചിരിയോട് അകത്തേക്ക് കയറി ഡോറ് ചാരി. അവനെ കണ്ടതും അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. പെണ്ണ് പിണക്കത്തിലാണല്ലോ, അതും മനസ്സിൽ പറഞ്ഞു അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുവാണ് നന്ദ. എൻ്റെ കുഞ്ഞിനോട് പിണങ്ങിയോ? പിറകിൽ കൂടി അവളെ ചുറ്റിപ്പിടിച്ച് അവൻ ചോദിച്ചു. വിട്, എന്നെ വിടാൻ. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു. പെടാതെ ദേവ, എൻ്റെ കുഞ്ഞിൻ്റെ പിണക്കം ഞാൻ മാറ്റട്ടെ. പോ, എന്നോട് മിണ്ടണ്ട. ഷോ, എൻ്റെ കുഞ്ഞത് സീരിയസ് ആയോ? അവൾ മുഖം വീർപ്പിച്ച് തിരിച്ചു പിടിച്ചു. അവൻ അവളുടെ തോളിലേക്ക് താടി അമർത്തി. അവൾ തോള് വെട്ടിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ പിടഞ്ഞാലേ നല്ല കടിയാ വെച്ചേരും ഇവിടെ. ടോപ്പിന് പുറത്തൂടെ അവിടെ നാഭിച്ചൂഴി കൈകൾ അമർത്തി അവൻ പറഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ട് അവിടെ പിടച്ചിൽ നിന്നു. അപ്പൊ എൻ്റെ കുഞ്ഞിന് അനുസരണയൊക്കെ ഉണ്ടല്ലേ? അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തിനാ എന്നോട് പിണക്കം? അറിയില്ലെങ്കിൽ അറിയണ്ട. നീ കാരണം പറയാൻ ഞാനെങ്ങനെ അറിയാനാ? എന്നോട് ദേഷ്യപ്പെട്ടില്ല, താഴെ വെച്ച്. എന്നിട്ടിപ്പോൾ കൊഞ്ചാൻ വന്നിരിക്കുന്നു. മാറങ്ങോട്ട്. ശക്തമായി അവനെ തള്ളി നീക്കി അവൾ മാറി നിന്നു. കുഞ്ഞുകുട്ടികളെ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും അവന് ചിരി പൊട്ടി. പിണക്കമാണോ എന്നോടിണക്കമാണോ? ചെറുതായി മൂളിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കുതിറിക്കൊണ്ടിരുന്ന അവൾ അവനൊരു കയ്യാൽ അടക്കി പിടിച്ചു. മറുകൈ ടോപ്പിനുള്ളിലൂടെ കടത്തി അവൻ അവളുടെ നടുവിലേക്ക് ഇരച്ച് കയറ്റി. പെണ്ണിൻ്റെ പിടച്ചിൽ നിന്നു. എന്തേ കുതിർന്നില്ലേ? മെല്ലെ അവളുടെ നഗ്നമായ നടുവിൽ കൈകൾ നീക്കി അവൻ ചോദിച്ചു. ദേവേട്ട. കൈകൾ മാറ്റാത്തന്നെ അവൻ മൂളി. മാറിക്കേ. ഇല്ലല്ലോ, എൻ്റെ കുഞ്ഞിനുള്ള ദേഷ്യം മാറിയെന്ന് പറഞ്ഞാൽ ഞാൻ മാറും. പറ, ദേഷ്യം മാറിയോ? ഇല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? ഞാൻ നിന്നോടൊരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, എന്നിട്ട് നീ അവിടെ നിന്നുണ്ടല്ലോ ഞാൻ ദേഷ്യപ്പെട്ട്. സോറി കുഞ്ഞ. സോറി ഒന്നും പോരാ, പിന്നെ എന്ത് വേണം? എനിക്ക് അവളൊരു നിമിഷം ആലോചിച്ചു. പറ. തട്ട് ദോശ വേണം. ഇതായിരുന്ന കാര്യം. വാങ്ങിത്തരാനോ? എത്ര വേണേലും വാങ്ങിത്തരാം. അവൻ പറഞ്ഞത് അവൾ പുഞ്ചിരിയോട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. പോയി റെഡിയാവും, നമുക്കൊരു ഫിലിമിന് പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് തട്ടുകടയിലൊക്കെ കയറിയിട്ട് വരാം. ശരിക്കും? അവൾ വിടുന്ന കണ്ണുകളോട് ചോദിച്ചു. ആടി, പോയി റെഡിയാവും. അവൾ സന്തോഷത്തോടെ ചാടിത്തുള്ളി പോകും നോക്കി അവൻ കുറച്ചു നേരം നിന്നു. ആദ്യം അവർ പോയത് AV ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു. ആദ്യം കണ്ടതും മാനേജർ ഓടി വന്ന് അവനെ സ്വീകരിച്ചു. അവരെ ചുരിദാർ സെക്ഷനിൽ എത്തിച്ചിട്ടാണ് അയാൾ പോയത്. സെയിൽസ് ഗേൾ എടുത്തിരുന്ന ചുരിദാറിൽ നിന്ന് ആദ്യം കുറെ എടുത്തു കൂട്ടി. ദേവേട്ട. എന്താ? കണ്ണുകൾ കൊണ്ട് ഡ്രസ്സിനിടയിൽ പരത്തുന്നിടയിൽ അവൻ ചോദിച്ചു. ഇത്രയും ഡ്രസ്സ് എന്തിനാ? എനിക്ക് ഒരാൾക്ക് ഇടാനല്ലേ? ഇനി കോളേജിൽ പോയി തുടങ്ങേണ്ട ദേവാ, അതിന് ഇത്രയും ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡ്രസ്സല്ലേ, ചീത്തയായി പോകില്ലല്ലോ. എന്നാലും ദേവേട്ട, ഇപ്പൊ തന്നെ കുറെ ടോപ്പ് വീട്ടിലിരിപ്പുണ്ട്. ഇനി ആ വാ തുറന്നാൽ ഞാൻ നല്ല കടി വെച്ച് തരും. അത് കേട്ടത് കൊച്ചു സൈലൻ്റായി. അവൾക്കുള്ള ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് അവനാണ്. പർച്ചേസിംഗ് എല്ലാം കഴിയുന്നു. അവിടെയുള്ള ജോലിക്കാർ തന്നെ ഡ്രസ്സൊക്കെ കാറിലേക്ക് കൊണ്ടുവച്ചു. കടയിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറാൻ പോകുന്ന നേരമാണ് അവിടേക്ക് ഒരു കാറിൽ വന്നിറങ്ങിയ ആരോമിലിനെ അവർ കാണുന്നു. ആരോമിൽ അവരെ കണ്ടു. അവനൊരു പുൻസിരിയോട് അവരുടെ അടുക്കളേക്ക് നടന്ന് ആദ്യം ഷെയ്ക്കാരന് നൽകി. ഹലോ സർ. ഐ, ഷോപ്പിങ്ങിന് ഇറങ്ങിയായിരിക്കും അല്ലേ? എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്, അവരിവിടെ ഷോപ്പിങ്ങിന് വന്ന. ആരോമലിൻ്റെ കണ്ണുകൾ നന്ദയുടെ കഴുത്തിലേക്കും നെറ്റിയിലേക്കും പാറി വീണുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ ഒരു വേദന ഇരച്ചു കയറുന്ന കണക്ക്. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായത് ആദ്യം നന്ദയെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. നന്ദ ഇനി എന്താ കോളേജിലേക്ക് വരുന്നത്? അവൾ നാളെ മുതൽ വന്നോളൂ. നന്ദയെ നോക്കി ആരോമൽ ചോദിച്ചു. ആദ്യം മറുപടി നൽകി. അപ്പോഴേക്കും ആരോമലിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവനെ വിളിച്ച് അവർ മകളിലുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞ് ആരോമൽ പറഞ്ഞു. എങ്കിൽ ശരി ആരോമൽ, ഷോപ്പിംഗ് നടക്കട്ടെ. ദേവേട്ട. കാൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് അവൾ വിളിച്ചു. എന്താണ്? നാളെ ഞാൻ കോളേജിൽ പോകണം. പിന്നെ പോകണ്ടേ? കല്യാണമൊക്കെ ആയിട്ട് ലീവ് കുറേ ആയില്ലേ? നാളെ മുതൽ പോയി തുടങ്ങി. എനിക്കെന്തോ പോകാൻ തോന്നുന്നില്ല ദേവേട്ട. നാളെ മുതൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങും ദേവ. പിന്നെ വിരുന്നിനെന്തിനും പോകാനുമില്ല. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്നത്? കുറച്ച് ദിവസം കോളേജിൽ പോയി തുടങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മടിയൊക്കെ മാറും. അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യയുടെ കാറ് നേരെ തിയേറ്ററിലേക്കാണ് പോയത്. അത്രയും വലിയ തിയേറ്ററിൽ അവൾ ആദ്യമായിട്ടായിരുന്നു വരുന്നത്. അച്ഛൻ്റെ കൂടെ കുഞ്ഞിലേക്കോ സിനിമയ്ക്ക് പോയ ഓർമ്മയെ അവൾക്കുള്ളൂ. അവളെ സീറ്റിൽ ഇരുത്തിച്ച് അവൻ അവളുടെ അടുത്തായിരുന്നു. ഫിലിം തുടങ്ങിയതും ആദ്യം നന്ദയെ നോക്കി. വളരെ ആകാംക്ഷയോടെ സ്ക്രീനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു പിള്ളയുടെ കണക്ക്. അവിടെ ഇരിപ്പുണ്ടതും അവനിൽ വാത്സല്യം കവിഞ്ഞു. അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്കായിരുന്നു. ഒരു പുൻസിരിയോടെ അവൻ അവൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു. സസ്പെൻസ് കൊണ്ടുപോയി നിർത്തി. ഇനി എന്താവും ദേവേട്ട?
ഇന്റർവെല്ലായിരുന്നു. അവൾ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ചോദിച്ചു. അവനിൽ നിന്ന് മറുപടിയൊന്നും കിട്ടാത്തതുണ്ട് അവൾ അവനെ നോക്കി. ദേവേട്ടാ, അവന്റെ കയ്യിൽ പിടിച്ചു നോക്കി അവൾ ചോദിച്ചു. ആ, എന്താ ദേവ, ഇത് ഏത് ലോകത്താ? ഓ, ഒന്നുമില്ല. അവൾ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടൂ ദേവേട്ടാ. ആര്? അവൻ കണ്ണുമീഴ്ച ചോദിച്ചു. സിനിമയിലേ. ഓ, അതെനിക്കറിയില്ല. അവൾ നിരാശയോടെ മൂളി. നിനക്ക് കഴിക്കാൻ വല്ലതും വേണം? വേണ്ട, എനിക്ക് തണുക്കുന്നു. അവൻ്റെ കൈത്തണ്ടിലേക്ക് ചാഞ്ഞവൾ പറഞ്ഞു. വാഷ്റൂമിൽ പോകണം? അവിടെ തലമുടി മാടിയൊതുക്കി അവൻ ചോദിച്ചു. എങ്കിൽ വാ. അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ദാ അവിടെയാണ്, പോയിട്ടോ, ഞാനിവിടെ നിൽക്കാം. അവൾ തിരിച്ചു വന്നു. ഷോപ്പിൽ കയറി പെപ്സി കൂടി വാങ്ങിച്ചിട്ടാണ് കയറിയത്. സിനിമ കഴിഞ്ഞ് തിരക്കിനിടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംരക്ഷണ കവചമായി അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. ആദിയുടെ കാർ റോഡിലൂടെ ചേറിപ്പാഞ്ഞു. നന്ദയുടെ കണ്ണുകൾ രാത്രിയിലെ മനോഹര നിമിഷങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. ആദിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തെ ഭാവങ്ങളെയും. ദേവ, കാർ ഓടിക്കുന്നു? എനിക്കറിയില്ല. ഇതൊക്കെ പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിച്ചു തരാം. വേണ്ട, എനിക്ക് പേടിയാ. നിനക്ക് പേടിയില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ പെണ്ണേ? ദേവേട്ടാ, എന്നോട് വഴക്കൂടാൻ വരില്ലേ? ഓഹ് ഇല്ലേ. നമ്മളിത് എവിടേക്കാണ് പോകുന്നത്? എവിടേക്ക് പോകണം? സമയം ഒരുപാടായില്ലേ, വീട്ടിൽ പോവാം. അപ്പോൾ തട്ടടി കയറണ്ടേ? വേണം. കുറച്ച് ദൂരം പിന്നിട്ടും ആദ്യ കാറ് റോഡരികിലായി പാർക്ക് ചെയ്തു. ഇറങ്ങിക്കോ. അവൾ കാറിൽ നിന്ന് ഇറങ്ങിയത് അവനും ഇറങ്ങി. അവിടെ ഒരു തട്ടടി ഉണ്ടായിരുന്നു. കുറച്ച് തിരക്കായിരുന്നു. അച്ഛേ, 2 പ്ലേറ്റ് ദോശ ഓംലെറ്റും. അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു നന്ദി അടുത്തിരുത്തി അവൻ ഓർഡർ ചെയ്തു. ആദ്യം കണ്ടതും കടക്കാരൻ പരിചയഭാവത്തിൽ ചിരിച്ചു. ദേവട്ടി ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും ചെറിയ കടയിൽ നിന്നൊക്കെ ദേവട്ട ആഹാരം കഴിക്കുക? അതെന്താടി നീ അങ്ങനെ പറഞ്ഞു? ഇവിടെ മനുഷ്യർ കഴിക്കാനുള്ളല്ലോ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ദോശയുടെ രുചിയൊന്നും 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടില്ലടി. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഫുഡ് മേശപ്പുറത്തെത്തി. പ്ലേറ്റിലിരിക്കുന്ന ദോശയും ചമ്മന്തി ഓംലെറ്റും മുളകരച്ചും കണ്ടത് നന്ദയുടെ നാട്ടിലൂടെ കപ്പലോടി. അവൻ അവളുടെ പ്ലേറ്റിൽ നിന്ന് ദോശ അവൻ്റെ പ്ലേറ്റിലേക്കാക്കി ദോശ മുറിച്ച് കറിയിൽ മുക്കി അവളുടെ നേരെ നീട്ടി. അവൾ പുൻസിരിയോടെ അത് സ്വീകരിച്ചു. അവളും പ്ലേറ്റിൽ നിന്നെടുത്ത് അവന് വാരിക്കൊടുത്തു. പരസ്പരം പങ്കുവച്ചവർ കഴിച്ചു. ഇനി വേണോ ദേവ? മതി, വേണ്ട. ഓക്കെ, പോവാം. ഇനി എവിടെയെങ്കിലും പോകണം? പേഴ്സ് പോക്കറ്റിലേക്ക് വെച്ചവളാൻ ചോദിച്ചു. എനിക്കൊന്ന് വീട്ടിലെത്തിയിട്ട് കിടന്നാൽ മതി ദേവേട്ട, വയറ് ഫുള്ളായി. വയറിൽ തടിയവൾ പറഞ്ഞു. ആഹാ, ഉണ്ണി വയറ് ഇത്ര പെട്ടെന്ന് നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറ്റി. അവരുടെ ഓരോ നിമിഷങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. ഫോണിൽ നിർത്താതെയുള്ള നോട്ടിഫിക്കേഷൻ ട്യൂൺ കേട്ടാണ് അവൻ മയക്കം വിട്ടത്. തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ മാറ്റിക്കിടത്തി അവൻ ഫോൺ എടുത്ത് നോക്കി. ആദിയുടെ കൂടെ പോകുന്ന നന്ദയെ കണ്ടതും അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ദേവനന്ദ. ഫോണിലുള്ള അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് അവൻ ഉരുവിട്ടു. ഓരോ ദിവസം കഴിയും തോറും നീ എന്നെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പെണ്ണെ. നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കും. നിന്റെ ആ ജ്വലിച്ചു നിൽക്കുന്ന സൗന്ദര്യം, ആ വടിവൊത്ത ശരീരം, എല്ലാം മതി വരുമ്പോൾ ആസ്വദിക്കണം എനിക്ക്. നിന്നെ സ്വന്തമാക്കുന്ന വഴി അവനെ ഞാൻ തകർക്കും. ആദിദേവ്. പിന്നീട് ഒരിക്കലും ആദിദേവിന് ഉയർച്ച ഉണ്ടായിരിക്കില്ല. അതിനെ സമ്മതിക്കില്ല ഞാൻ. അവൻ ആലോചനയോടെ ഇരുന്നപ്പോഴാണ് ബെഡിൽ കിടന്ന പെൺകുട്ടി എഴുന്നേറ്റ് വന്ന് അവനെ ചുറ്റിപ്പിടിച്ച്. വാട്ട് ഹാപ്പൻ ബേബി? വൈശ്യ എന്ന് പറഞ്ഞ സ്വരത്തിൽ പെൺകുട്ടി അവൻ്റെ കാതോര ചുണ്ടുകൾ പതിപ്പിച്ച് ചോദിച്ചു. നത്തിങ്ങിയ. തിരിഞ്ഞ് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൾ മറച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് വലിച്ചെറിഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നതയിലൂടെ പാഞ്ഞു. അവളിലേക്ക് അമർന്നുകൊണ്ടവൻ ഒരാവേശത്തോടെ അവളിൽ പടർന്ന് കയറിക്കൊണ്ടിരുന്നു. അവൾ ഇരുകൈകൾ കൊണ്ടും അവനെ മുറുകെ പിടിച്ചു. അവളിൽ അവൻ നന്ദയെ കണ്ടു. അവൻ്റെ ആവേശം കൂടിക്കൊണ്ടിരുന്നു. തളർച്ചയോടെ അവൻ അവളുടെ മാറിലേക്ക് മുഖമമർത്തി. ഐ ലൈക്ക് ഇറ്റ് ബേബി. ഇത്രയും ആവേശത്തിൽ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഐ നീഡ് യു വൺസ് മോർ. അവനിലേക്ക് അമർന്നവൾ പറഞ്ഞതും അവൻ അവളിൽ വീണ്ടും പടർന്നു കയറിക്കൊണ്ടിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ നന്ദയുടെ ചിത്രം മുതിച്ചു നിന്നു. കാറ് നിർത്തിയതും ആദ്യം തലചരിച്ച് നന്ദയെ നോക്കി. തൻ്റെ തോളിൽ തലയാഴ്ച ഉറങ്ങിപ്പോയിട്ടുണ്ട്. ദേവ മോളെ. അവൻ അവളെ തട്ടി വിളിച്ചു. അവൾ മേലെ കണ്ണുകൾ തുറന്നു. എന്തോ ഉറക്കാടി. പിന്നെ രാത്രിയായി ഉറക്കം വരില്ലേ? അവൾ ചുണ്ടൂട്ടി പറഞ്ഞു. എന്തായാലും നീ കൊള്ളാം, എന്നെ ഡ്രൈവറാക്കി നീ ഉറങ്ങിക്കളഞ്ഞില്ലേ? അതിനവളൊന്ന് വിളിച്ചു കാണിച്ചു. ഇളിക്കാതെ ഇറങ്ങാൻ നോക്ക്, വീടെത്തി. അവൾ ഡോർ തുറന്നിറങ്ങി. പുറകിൽ ഡോർ തുറന്ന് കവറെല്ലാം എടുത്തു. ആദ്യം ഇറങ്ങി അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് കവർ വാങ്ങി അകത്തേക്ക് കയറി. മണി 11 കഴിഞ്ഞു. കോളിംഗ് ബെല്ലടിച്ചതും വൈഷ്ണവി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല. നിങ്ങൾ കഴിച്ചിട്ടാണോ വന്ന്? കഴിച്ച്. ആദ്യം അവരെ മൈലിയാതെ മുകളിലേക്ക് പോയി. വൈഷ്ണവി വിഷമത്തോടെ നന്ദയെ നോക്കി.
അവളൊന്ന് കണ്ണടച്ച് കാണിച്ചു. എല്ലാം ശരിയാവും എന്ന അർത്ഥത്തിൽ. അമ്മ വിഷമിക്കാതെ, അമ്മയുടെ മോൻ്റെ അഭിനയല്ലേ ഇതൊക്കെ, എല്ലാം നമുക്ക് ശരിയാക്കാന്നേ വൈഷ്ണവിയോട് പറഞ്ഞു. അവരൊന്ന് പുഞ്ചിരിച്ചു. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് അമ്മ. അവൾ അവരോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി. അപ്പോഴാണ് വെള്ളമെടുക്കാനായി പൂജ താഴേക്ക് ഇറങ്ങി വന്ന് കയ്യിൽ കുറെ കവറുകൊണ്ടിരുന്ന നന്ദയെ കണ്ടത്. അവളിൽ അസൂയ മുളകൂട്ടി. എന്താടി ഇത്, ആദ്യം മുടിപ്പിച്ചെന്ന് തോന്നില്ല. ഓ, നിന്റെയൊക്കെ ഒരു യോഗം. തറയിൽ കിടന്നവളിപ്പോൾ പട്ടുമത്തയിലല്ലേ കിടക്കുന്നത്. നന്ദ കൂടുതൽ വഴക്കിന് പോകാതെ മുകളിലേക്ക് പോകാൻ നിന്നു. അവൾക്ക് തടസ്സമായി പൂജ വന്ന് നിന്നു. നീ അവൻ്റെ കൂടെ അധികാരം സന്തോഷത്തോടെ ജീവിക്കില്ല. എൻ്റെ അനിയത്തി സ്വപ്നം കണ്ടത് ആദ്യം നിന്നെ അവൻ ഒഴിവാക്കും. എന്നിട്ട് അവനെൻ്റെ പ്രീതിയെ വിവാഹം കഴിക്കും. ദേവേട്ടൻ എന്നെ ഒഴിവാക്കുന്നു. നല്ല തമാശ തന്നെ. അതിന് ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും നടക്കില്ല. അദ്ദേഹത്തിൻ്റെ പേര് കുത്തിയ താരിൻ്റെ കഴുത്തിലല്ലാതെ വേറൊരാളുടെ കഴുത്തിലും വീഴില്ല. ഉറച്ച സ്വരത്തിൽ നന്ദ പറയുന്ന കേട്ടതും പൂജ പതറിപ്പോയി. ഇങ്ങനെയൊരു ഭാവം അവളിൽ പൂജ പ്രതീക്ഷിച്ചില്ല. അമിത ആത്മവിശ്വാസം ആപത്താ. നീ കരയാൻ കിടക്കുന്നേ ഉള്ളൂ. എന്നെ കോളേജിൽ വെച്ച് അപമാനിച്ചതിന് ഇവിടേക്ക് മരുമകളായി വന്നതിനെല്ലാം കൂടി നീ അനുഭവിക്കും. ഇല്ലെങ്കിൽ ഞാൻ അനുഭവിപ്പിക്കും. അതുവരെ നീ അവനിങ്ങനെ മാക്സിമം ഊറ്റിക്കും. കുറച്ചു കാലത്തേക്കല്ലേ ഉള്ളൂ അവന് നിന്റെ ഭാര്യ പദവി. ചേച്ചി വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. എന്നോട് പറഞ്ഞൊക്കെ ദേവേട്ട അറിഞ്ഞുള്ള സ്ഥിതി എന്താണെന്ന് കൂടി ആലോചിച്ച് നോക്കണം. പിന്നെ ദേവേട്ടൻ്റെ ഭാര്യയുടെ സ്ഥാനം അതെനിക്കില്ലാതെ വേറെ ആർക്കും അദ്ദേഹം കൊടുക്കില്ലെന്ന് എനിക്ക് കുറച്ചേ വിശ്വാസമുണ്ട്. നന്ദ അങ്ങനെ പറഞ്ഞു. ആദ്യോട് അവൾ പറയുമോ എന്ന ഭയത്താൽ പിന്നീട് ഒന്നും പറയാതെ അവൾ ദേഷ്യപ്പെട്ട് നോക്കി പൂജ താഴേക്ക് ഇറങ്ങി. പൂജയൊന്ന് നോക്കി ദീർഘനിശ്വാസം വിട്ട് നന്ദ മുകളിലേക്കും കയറി. നന്ദ റൂമിലേക്ക് കയറി കയ്യിലുള്ള കവറൊക്കെ ടേബിളിലേക്ക് വെച്ച് തോളിൽ കുത്തിയ ഷോൾ അഴിച്ചു മാറ്റി. അപ്പോഴേക്കും ആദ്യം ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു. പോയി ഡ്രസ്സ് മാറിയിട്ടൊന്ന് കിടക്കാൻ നോക്ക്. ഇടാനുള്ള ഡ്രസ്സ് അവൾക്ക് തരുന്നിട്ട് അവൻ പറഞ്ഞു. അവൾ അതുമായി ബാത്റൂമിലേക്ക് കയറി. നന്ദൊന്ന് ഫ്രഷായി ഇറങ്ങിയത് കാണുന്നു ബെഡിൽ കിടക്കുന്ന ആദിയാണ്. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി നിന്നു. മുടി കെട്ടാൻ പോയതും പിന്നിൽ നിന്ന് ആദ്യം അവൾ വലിച്ച് കട്ടിലേക്ക് ഇട്ടു. ദേവേട്ടാ, അവൾ പകപ്പോടെ വിളിച്ചു. അവൻ ആ വിടർന്ന് കിടക്കുന്ന മുടികളിലേക്ക് മുഖം ഒളിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അവളിലെ ഗന്ധം മാഞ്ഞ് ശ്വസിച്ചുകൊണ്ടിരുന്നു മൂളി. എന്തിനാടി എന്നും അഴിച്ചു വെക്കാൻ പോകുന്നു? ഇങ്ങനെ കിടന്നാൽ മതി എന്നും ഈ ദേവേട്ടൻ. അവൻ അവളൊരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ദേവേട്ട, പറയും. നാളെ ആ കോളേജിൽ പോണം. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പോരല്ലോ മോളെ, വന്ന് പെണ്ണ് ഭയങ്കര മടിച്ചായിട്ടുണ്ട്. ഞാൻ മടിച്ചൊന്നുമല്ല. എനിക്ക് മനസ്സിലായി. എന്നെ കളിയാക്കിയിട്ട് എന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നു. മാറങ്ങോട്ട്. മോള് വെറുതെ തള്ളി നീക്കാൻ ശ്രമിക്കണ്ട. പിടിച്ചേക്കുന്നതേ ആദിദേവ. ഈ പിടിയിൽ നിന്ന് എനിക്കൊരു മോചനമില്ല കുഞ്ഞ. അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നീട് അവൻ്റെ കൈക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കിടന്നു. ദേവ, കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. അവളൊന്ന് മൂളി. ഉറക്ക വരുന്നു. ഇപ്പം മോള് നല്ലപോലെ ഉറങ്ങിക്കും. ഇനി അങ്ങോട്ട് നിനക്ക് ഉറക്കില്ലാത്ത രാത്രികളായിരിക്കും. അതെന്താ? അതങ്ങനെ പറയാനൊന്നും പറ്റില്ല. അധികം വൈകാതെ കുഞ്ഞിനെല്ലാം മനസ്സിലാവും. ഇപ്പം മോൾ ഉറങ്ങിക്കും. അവളുടെ നെറുകയിൽ ചുംബിച്ച് അവളെ ചേർത്ത് പിടിച്ച് ഒരു കാലം അവിടെ പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൻ കിടന്നു. അവൻ്റെ കരവലയത്തിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവൾ കിടന്നു. അവൾ ഉറങ്ങുന്നവരെ അവൻ്റെ കൈകൾ അവളെ തഴുകിക്കൊണ്ടിരുന്നു. രാത്രിയിൽ എന്തൊക്കെ അസ്വസ്ഥത തോന്നിയാണ് നന്ദ കണ്ണുകൾ തുറന്നു. വയറിൽ അതിശക്തമായ വേദന. അവളെങ്ങനെയൊക്കെ ആദിയുടെ പിടിപിടി വെച്ചു. അപ്പോഴേക്ക് അവന് എഴുന്നേറ്റിരുന്നു. പീരീഡ്സ് ആയെന്ന് തോന്നുന്നു. അവൾ മനസ്സിലായി അറിയിച്ചു. എന്താ കുഞ്ഞാ, എന്തു പറ്റി? ലൈറ്റിട്ടുകൊണ്ട് ആദ്യം ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വാഷ്റൂമിൽ പോകണം. അവനോട് തപ്പിത്തറിഞ്ഞ് പറഞ്ഞുകൊണ്ടവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴാണ് ബെഡിൽ പറ്റിയിരിക്കുന്ന ബ്ലഡ് ആദ്യം കണ്ടത്. ദേവാ, പുറകിൽ നിന്നുള്ള അവൻ്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. പീരീഡ്സ് ആയോ? അവൾ തലകുനിച്ച് മൂളി. ഇതിനാണ് പെണ്ണ് ഈ തപ്പിത്തറിഞ്ഞ്? ഇതൊക്കെ ഞാൻ അറിഞ്ഞെന്താ കുഴപ്പം? അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷെൽഫിൽ നിന്ന് പാഡ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഞാൻ കുളിച്ചിട്ട് വരാം. ഈ പാതിരാത്രിയില്ലോ? നാളെ കുളിക്കാതെ കിടക്കാൻ പറ്റില്ല ദേവേട്ട. ഈ പെണ്ണ്. ആദ്യം തന്നെ അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു നോക്കി. തല നനക്കണ്ടോ കേട്ടോ? അവൾ ബാത്റൂമിലേക്ക് കയറി നോക്കി. ആദ്യം ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച് അവൾക്കായി കാത്തു കിടന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ നിന്നിറങ്ങി. അവൾക്ക് നല്ല വേദന അനുഭവപ്പെട്ടു. ബെഡിലേക്ക് അവൾ ചുരുണ്ടുകൂടി കിടന്നു. നല്ല വേദന ഉണ്ടോ ദേവ? വയറിലിരിക്കുന്ന അവളുടെ കൈക്കുമേൽ കൈവച്ച് ആദ്യം ചോദിച്ചു. എല്ലാ മാസവും ഇങ്ങനെയാണ്? 2 ദിവസം ഇതുപോലെ നല്ല വേദനയാണ്. ആദ്യം അവളെ നോക്കി. കുഞ്ഞു കുട്ടികളെപ്പോലെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. വേദന കാരണം ഇടയ്ക്കിടെ നെറ്റി ചുളിയുന്നുണ്ട്. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. നന്ദ അവൻ എങ്ങോട്ട് പോയെന്ന് മനസ്സിലാവാതെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞു കയ്യിലൊരു ഗ്ലാസ്സുമായി അവർ കയറി വന്നു. എന്താ ദേവേട്ട ഇത്? ഇതങ്ങ് കുടിക്ക്, വേദന ചെറുതായിട്ട് കുറയും.
അവൻ ഗ്ലാസ് കിട്ടിയതും അവൾ വായിലേക്ക് വെച്ചത് അവൾക്കതിൻ്റെ രുചി പിടിച്ചില്ല. അവനെ ധൈര്യമായി നോക്കി. അവൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൾ ഗ്ലാസ്സുകൾ മുഴുവൻ കുടിച്ചു. അവൻ ഗ്ലാസ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു. ഇനി ഒന്ന് കുഞ്ഞെ കിടന്നു. അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങളെപ്പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ഞാൻ എന്ത് ഭാഗ്യമാണ് ചെയ്തത് ദേവേട്ട, അവൾ മനസ്സിലായി ചോദിച്ചു. അവൻ അവളുടെ ടോപ്പ് നോക്കിയതും അവൾ ഞെട്ടി അവനെ നോക്കി. ദേവേട്ട അവൾ വിളിച്ചതും അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു. അവൻ മെല്ലെ അവളുടെ വയറിൽ തഴുകിക്കൊണ്ടിരുന്നു. സുഖമുള്ള ആലസ്യത്തിൽ അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവൾ നല്ല ഉറക്കത്തിലേക്ക് വീഴുന്നവരെ അവൻ അവളെ തഴുകിക്കൊണ്ടിരുന്നു. അവൾ ഇറങ്ങിയതും അവൻ അവളുടെ വയറിലെ അമർത്തി ചുംബിച്ചു. ബെഡിലേക്ക് ഇടുന്നവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. കയ്യിലിരുന്ന ഷർട്ട് മേശപ്പുറത്ത് വിരിച്ചിട്ട് അയൺ ബോക്സിന്റെ സ്വിച്ച് ഇട്ടത് നന്ദയുടെ വലതു കയ്യിലൊരു പിടി വീണു. എന്താ ദേവേട്ടാ? നീ ഇതെന്നാ ചെയ്യുക? ടേബിളിൽ കിടന്ന ഡ്രസ്സിലേക്ക് കണ്ണാടിച്ച് ആദ്യം ചോദിച്ചു. ദേവേട്ടന് ഹോസ്പിറ്റൽ പോകണ്ടേ? ഷർട്ട് അയൺ ചെയ്യാൻ? അതൊന്നും എൻ്റെ കുഞ്ഞൻ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അവിടെ പോയിരുന്നേ. ഞാൻ ചെയ്യാൻ ദേവേട്ട. ദേവേട്ടൻ പോയി കുളിച്ചിട്ട് വാ. ചെയ്യേണ്ടതല്ലേ പറഞ്ഞ്. അവിടെ പോയിടി. ബെഡിന് നേരെ ചൂണ്ടി ആദ്യം അലറിയത്. അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി ബെഡിലേക്ക് ഇരുന്നു. കൈ കെട്ടിയിരിക്കുന്ന അവളവൻ ഒരു നിമിഷം നോക്കിയിരുന്നു. ശേഷം ഷർട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തു. ഞാൻ കുളിച്ചിട്ട് വരാമേ, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ പോ. അതുവരെ എൻ്റെ കുഞ്ഞിനെ ഇവിടെ നനങ്ങരുത്. ഓ ശരി രാജാവേ. കുറുമ്പി. അവളുടെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ടവൻ ഒരു മൂളിപ്പാട്ടോടെ ബാത്റൂമിലേക്ക് കയറി. അതേ, ബാത്റൂം ഡോർ തുറന്നുകൊണ്ട് ആദ്യം വിളിച്ച് അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ നോക്കി. വരുന്നോ? ഒരുമിച്ച് കുളിക്കാം. അയ്യേ പോന്നേ കേട്ടാ, അവൾ കയ്യിക്കൊണ്ട് പറഞ്ഞു. അവൻ ചിരിയോടെ ഡോർ അടച്ചു. ഞാൻ പോയിട്ട് വരാമേ, ചാടിത്തുള്ളി കിടക്കാൻ റെസ്റ്റ് എടുക്കണം. കാറിലേക്ക് ആയിരുന്നതിന് മുമ്പ് ആദ്യം അവളെ ഓർപ്പിച്ചു. എനിക്ക് അതിനു വേണ്ടി അസുഖമൊന്നുമില്ലല്ലോ, ഇത് എല്ലാ മാസവും വരുന്നല്ലേ. ആണോ? എങ്കിൽ റെഡിയാവും. ഞാൻ പോകുന്ന വഴി കോളേജിലാക്കാം. അത് പിന്നെ ദേവേട്ട വേദനയുണ്ട്, വയറിൽ തടി വിഷമത്തോടെ പറഞ്ഞു. കള്ളി പെണ്ണ്. റൂം പോയിരുന്നു കേട്ടോ, അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുമ്മിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് പ്രീതിയുടെ കാർ അവിടേക്ക് വന്നത്. അവളുടെ കണ്ണുകളിൽ സർവവും കത്തിച്ചുകളയുള്ള പകയെരിഞ്ഞു. കാർ വന്നു നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ആദിയുടെ കണ്ണുകൾ സുവന്നു. ആദ്യം അവളെ മൈൻഡാക്കാതെ നന്ദയുടെ നേരെ തിരിഞ്ഞു. പഴയ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് സംസാരിക്കുന്നില്ലേ ദേവേട്ട? പ്രീതിയുടെ നേരെ മുഖം തിരിച്ച് ആദിയോട് നന്ദ കളിയാക്കി ചോദിച്ചു. നിന്നോടാരാ അവിടെ കാര്യമൊക്കെ പറഞ്ഞേ? കുറച്ച് ദേഷ്യത്തോടെ ആദ്യം ചോദിച്ചു. ആമി. ഒരു ചിരിയോടെ നന്ദ പറഞ്ഞു. അപ്പൊ എൻ്റെ കുഞ്ഞിനെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഒരു കാര്യം, ഇവിടെ ചേച്ചിയും പലതും പറഞ്ഞ് ശല്യപ്പെടുത്താൻ വരും. അതിനൊക്കെ ചുട്ട മറുപടി കൊടുത്തില്ലെങ്കിൽ നിനക്കായിരിക്കും കിട്ടുക, മനസ്സിലായല്ലോ. നീ എന്തായാലും താഴെ ഇരിക്കണ്ട, റൂം പോയിരുന്നു. അവിടെ തലമുടി നോക്കി അവൻ പറഞ്ഞു. അപ്പോഴേക്കും വരുത്തി തീർന്ന ചിരിയോടെ പ്രീതി അവിടെ അടുക്കിലെത്തി. ആദ്യം ഹോസ്പിറ്റലിലേക്കാണോ? അവരൊന്ന് മൂളി കാറിലേക്ക് കയറി. കാറിൽ കയറി അവൻ നന്ദയെ നോക്കി. അവൾ കൈ കാണിച്ച് ഓടിച്ചു പോയി. അവൻ്റെ കാറ് കണ്ണിൽ നിന്ന് മറിയുവോളം നന്ദ നോക്കി നിന്നു. പ്രീതിയുടെ മനസ്സിൽ പകയുടെ കനലുകൾ എരിഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം മൈൻഡ് ചെയ്യാതെ പോയത് നന്ദയുള്ള അവൻ്റെ കയറിങ്ങും അവളെ ദേഷ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചു. മുഷ്ടിയിരുട്ടി അവൾ ദേഷ്യമടക്കി. നന്ദ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ലേ? ഇന്ന് പോകുന്നില്ല ചേച്ചി. അപ്പോഴേക്കും പൂജ പുറത്തേക്ക് ഇറങ്ങി വന്നു. പ്രീതി മോളെ. പ്രീതിയെ കണ്ടതും പൂജ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നീ എന്താ പുറത്ത് നിൽക്കുന്നത്? അകത്തേക്ക് വാ. പ്രീതിയെ ചേർത്ത് പിടിച്ച് പൂജ പറഞ്ഞു. ഡീ പോയി ഞങ്ങൾക്ക് രണ്ട് ജ്യൂസ് ഉണ്ടായിക്കൊണ്ടു വാ. പൂജ നന്ദയോട് ആജ്ഞാപിച്ചു. നന്ദ കൂടുതലൊന്നും പറയാൻ കിച്ചണിലേക്ക് പോയി. പൂജ പ്രീതിയെ കൂട്ടി പൂജയുടെ റൂമിലേക്കാണ് പോയത്. റൂമിലെത്തിയതും പ്രീതി കയ്യിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞു. എന്താ പ്രീതി, എന്തു പറ്റി നിനക്ക്? അവളുടെ ദേഷ്യം കണ്ടതും പൂജ ആകുലതയോട് ചോദിച്ചു. പ്രീതി കണ്ണുകൾ മുറുകെ അടച്ചു. അവളുടെ മനസ്സിലേക്ക് നന്ദയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ആദിയുടെ ചിത്രം കടന്നു വന്നു. കൊല്ലണം, നന്ദയെ കൊല്ലണം. കണ്ണുകൾ തുറന്ന് വല്ലാത്തൊരു തീക്ഷ്ണ ഭാഗത്തോടെ പ്രീതി പറഞ്ഞു. പൂജയിൽ അമ്പരപ്പ് നിറഞ്ഞു. പൂജ വേഗം പോയി ഡോർ ക്ലോസ് ചെയ്തു. നീ എന്തൊക്കെയാ പ്രീതി പറയുന്നത്? നിനക്കെന്താ പ്രാന്തായോ? പൂജ അവളുടെ ഷോൾഡർ പിടിച്ച് കുലുക്കി ചോദിച്ചു. അതെടി, എനിക്ക് പ്രാന്ത. കുറെ വർഷങ്ങളായി. എൻ്റെ ആദി അവൻ എൻ്റേതാ, എൻ്റേത് മാത്രം. ഇന്ന് ഞാൻ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ നിനക്ക്? അവളെ, ആ മോളെ എൻ്റെ ആദി ചേർത്ത് പിടിച്ച് നെറ്റിൽ ചുംബിക്കുന്ന. അവനെ സ്നേഹിക്കേണ്ട, അവൻ എൻ്റെയാ. എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. അവൻ്റെ കൈകൾ പായേണ്ടത് എൻ്റെ ശരീരത്തിലായിരിക്കണം. അവൻ്റെ ചുണ്ടുകൾ പതിയേണ്ടത് എൻ്റെ ശരീരത്തിലായിരിക്കണം. അവൻ ശരീരം കൊണ്ട് സ്വന്തമാക്കുന്ന എന്നെ ആയിരിക്കണം. ഒരു ദേവനന്ദക്കും ഞാൻ അവനെ കൊടുക്കില്ല. കൊല്ലി ഞാൻ അവളെ. അവളെക്കാൾ മുന്നേ ഞാൻ സ്നേഹിച്ചത് അവനെ. എൻ്റെ ആദി അവൻ എൻ്റെയാ, എൻ്റെയാ, എൻ്റെയാ. ഓരോന്നും പുലമ്പിക്കൊണ്ടുന്ന പ്രീതിയെ പൂജ പേടിയോടെ നോക്കി. പ്രീതി അവളെ കൊല്ലുന്നൊക്കെ പറഞ്ഞു പൂജ ഭയത്തോടെ ചോദിച്ചു. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം. ഒരു തെളിവ് പോലും അവശേഷിക്കാതെ ദേവനന്ദയെ ഞാൻ ഈ ഭൂമിയിൽ നിർമ്മാർജ്ജനം ചെയ്യും എന്നേക്കുമായി. പിന്നെ ആദ്യം എൻ്റെ മാത്രമായിരിക്കും.
ഞാനും ആദ്യം മാത്രമുള്ള സുന്ദരമായ ലോകം. നീ നീ എന്ത് ചെയ്യാൻ പോവാ? നരകിപ്പിച്ച് കൊല്ലും ഞാൻ അവളെ. വെയിറ്റ് ആൻഡ് സീ മൈ ഡിയർ. പ്രീതി പുതിയ കെണിയൊരുക്കുമ്പോൾ നന്ദയെ രക്ഷിക്കാൻ ആദിക്ക് സാധിക്കും. കാതിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.